ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരത്തിലും സാമ്പത്തിക ഇടപാടിലുണ്ടായ സമീപകാല പ്രവണതകൾ മാറ്റത്തിന്റെയും വളർച്ചയുടെയും സൂചനകൾ നൽകുന്നതാണ്. ഇറാനെതിരെയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെയും മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള ലോക പോലീസ് ഭീഷണിയുടെയും ഫലമായി ഹോർമൂസ് പ്രതിസന്ധി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ മഹത്തായ താരിഫ് യുദ്ധം കൗശലമറയാക്കി നികുതി ആയുധങ്ങൾ ഉപയോഗിച്ച് സ്വന്തം സാമ്പത്തിക പ്രതിസന്ധി മറ്റുള്ളവരെ ചുമലിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ തന്ത്രം പരാജയപ്പെടുകയായിരുന്നു. അമേരിക്ക മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ചും ദുർബല രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങിയെങ്കിലും അമേരിക്കൻ വിപണിയെയും അവിടുത്തെ ഉൽപ്പാദനത്തെയും സംരക്ഷിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. മറ്റ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ താരിഫ് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് തുറന്ന സായുധ ഇടപെടലുകളുടെ അധിനിവേശം അമേരിക്ക ആരംഭിച്ചത്. പരമ്പരാഗത കൊളോണിയൽ സാമ്രാജ്യത്വ രീതിയുടെ തുടർച്ചയാണിത്. ഇതിൽ ഏറ്റവും പുതിയതാണ് ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുത്തി ഇറാന് നാശനഷ്ടങ്ങൾ തീർക്കാനുള്ള ശ്രമങ്ങൾ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാനെ തകർക്കാൻ കഴിയുമെന്നായിരുന്നു അമേരിക്ക പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമാണ്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം മറ്റൊരു രാജ്യവും അമേരിക്കയ്ക്ക് മുന്നിൽ ഇത്ര ധീരമായി തലയുയർത്തി നിന്നിട്ടില്ല എന്ന ബോധ്യത്തിൽ ഇറാൻ നിരന്തരം അധിനിവേശ ശക്തികൾക്ക് കൃത്യമായ മറുപടി നൽകുകയും അവരുടെ പദ്ധതികളെ തകർത്തെറിയുകയും ചെയ്യുന്നത് തുടരുകയാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട അമേരിക്ക ഇപ്പോൾ തങ്ങളോളം ചേരാൻ ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ്. ഫലമോ പ്രാദേശികമോ ആഗോള ശക്തികളുടെ പുനഃക്രമീകരണം ദൃശ്യമാകുന്ന ഒരു പുതിയ ഭൗമ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉയർന്നു വരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ നിഷ്പ്രഭമാക്കുന്നതിനും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഏൽക്കുന്ന ആഘാതം കുറയ്ക്കാനും അതിനെ നിയന്ത്രിക്കുന്നതിനും പരസ്പര കൈമാറ്റത്തിലൂടെയും സഹകരണത്തിലൂടെയും ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹോർമൂസ് പ്രതിസന്ധി ഇന്ത്യയും ചൈനയും ഒപ്പം റഷ്യയെയും പരസ്പരം കൂടുതൽ അടുപ്പിച്ചു. ഇതാകട്ടെ നേരത്തെ തന്നെ ആരംഭിച്ച പ്രക്രിയയായിരുന്നുവെങ്കിലും ഹോർമൂസ് പ്രതിസന്ധി ഇതിന്റെ വേഗത വർദ്ധിപ്പിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധം ഇന്ത്യക്ക് ഇപ്പോൾ മൂലധന നിക്ഷേപം ആവശ്യമുള്ളപ്പോൾ വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൂട്ടത്തോടെ പിൻവലിക്കുന്നു എന്നതും ഗുരുതരമാണ്. ആശങ്കാജനകമായ നിരക്കിലാണ് വിദേശ നിക്ഷേപകർ തങ്ങളുടെ പണം പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം മെയ് മാസത്തിൽ മാത്രം അവർ 30,000 കോടി രൂപ പിൻവലിച്ചു എന്നതും ഈ വർഷം ഇക്വിറ്റി വിപണിയിൽ നിന്നുള്ള ആകെ FPI ഏകദേശം 2.3 ലക്ഷം കോടി രൂപയിൽ എത്തിയെന്നത് പ്രതീക്ഷയാണ്. 2025 ഇത് 1.7 ലക്ഷം കോടി രൂപയായിരുന്നു എന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗതകാല സാഹചര്യം പ്രതീക്ഷ നൽകുന്നതാണ്. വരുമാന വളർച്ചയിലെ കുറവ്, രൂപയുടെ മൂല്യത്തിലുണ്ടായ കുത്തനെയുള്ള ഇടിവ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നിക്ഷേപ അവസരങ്ങൾ വളരെ കുറവാണെന്നത് വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് കാരണമാകുന്നു. ഡോളറിൽ ഉണ്ടാകുന്ന ലാഭത്തിനല്ല, മറിച്ച് രൂപയിൽ ഉണ്ടാകുന്ന ലാഭത്തിനാണ് ഇവിടെ നികുതി ചുമത്തുന്നത്. വിദേശ നിക്ഷേപകർക്ക് ഡോളർ അടിസ്ഥാനത്തിൽ നഷ്ടമുണ്ടായാൽ പോലും രൂപയുടെ മൂല്യക്കുറവ് മൂലം നേരിടുന്ന ലാഭത്തിനു മേൽ നികുതി അടയ്ക്കേണ്ടി വരും. അമേരിക്കയുടെ സമ്മർദ്ദം കാരണം നിരവധി നിയന്ത്രണങ്ങളും പരിശോധനകളും ഏർപ്പെടുത്തി ചൈനീസ് നിക്ഷേപങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നയമാണ് ഇന്ത്യ പിന്തുടർന്നിരുന്നത്. എങ്കിലും ഈയിടെയായി അതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ സൂചനയായി ഈ വർഷം ആദ്യം ഇന്ത്യ തങ്ങളുടെ പ്രസ് നോട്ട് 3 നിയമത്തിൽ ഭാഗികമായി ഇളവുകൾ വരുത്തുകയും ചൈനീസ് FDIക്ക് മേലുള്ള നിരവധി നിയന്ത്രണങ്ങൾ നീക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ചൈനീസ് FDI ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ് എന്നതിനാൽ ഇത് ഉയർന്ന മൂലധന നിക്ഷേപത്തിലേക്കും വ്യാപക കമ്മി കുറയ്ക്കുന്നതിലേക്കും നയിക്കും. മാത്രമല്ല, ചൈന ഇപ്പോൾ ലോകത്തിലെ മൂലധനം വലിയ തോതിൽ ആകർഷിക്കുന്ന ആഗോള വർക്ക്ഷോപ്പ് മാത്രമല്ല, മറിച്ച് അവരിപ്പോൾ ലോകത്തിലെ തന്നെ ഒരു പ്രധാന നിക്ഷേപകരുമാണ്. തങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ചൈനീസ് FDIയെ ക്ഷണിച്ച് ഇന്ത്യ അതിന്റെ പ്രയോജനം കൈവരിക്കണം. 2020 ചൈനീസ് നിക്ഷേപങ്ങളെ കർശനമായ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് PN3 ചട്ടങ്ങൾ കൊണ്ടുവന്നത്. തുടർന്ന് 2020-21 മുതൽ 2024-25 വരെയുള്ള കാലയളവിൽ ചൈനയിൽ നിന്നും FDI വെറും $128 ദശലക്ഷം മാത്രമായിരുന്നു. അതാകട്ടെ 2024-25 താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിൽ ഇന്ത്യ ചൈനയിൽ നിന്ന് ദിവസം നടത്തുന്ന ഇറക്കുമതി ചിലവിനേക്കാൾ കുറവാണ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കമ്മി 2020-21 $43.5 ബില്യൺ നിന്നും 2025-26 $112 ബില്യൺ കുതിച്ചുയർന്നു. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. പക്ഷേ ഇവിടെ അസമത്വമുണ്ട്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി $131.6 ബില്യൺ നിൽക്കുമ്പോൾ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വെറും $19.5 ബില്യൺ മാത്രമാണ്. ഇന്ത്യയും ചൈനയും ഇറക്കുമതി കയറ്റുമതി പാതകളിൽ പരസ്പരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്.
ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ആവശ്യങ്ങളുടെ ഏകദേശം 80% ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് പരിഹരിക്കപ്പെടുന്നത്. പുറമെ ഭാരമേറിയ വ്യാവസായിക യന്ത്രങ്ങൾ, സോളാർ സെല്ലുകൾ, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവയാണ് ചൈനയിൽ നിന്നുള്ള മറ്റ് പ്രധാന ഇറക്കുമതി. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് മൂല്യം കുറഞ്ഞ അസംസ്കൃത വസ്തുക്കളാണ്. ചുരുക്കത്തിൽ, ഇന്ത്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും പൂർണ്ണമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുകയും ചെയ്യണം. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഉൽപ്പാദനം അതുമായി ബന്ധപ്പെട്ട ശേഷികളും വർദ്ധിപ്പിക്കാനും PN3 ഭേദഗതികൾ സഹായിക്കും. ചൈനീസ് FDI ഇന്ത്യയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിലൂടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വ്യാപാര അസമത്വം കുറയ്ക്കുന്നതിനായി ഇന്ത്യക്ക് അനുകൂലമായ ഈ സാഹചര്യം മുതലാക്കാവുന്നതാണ്. ചൈന ഹോർമൂസ് മേഖലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചിട്ടുണ്ട് എന്നതും ഇന്ത്യക്ക് അനുകൂലമാണ്. കാരണം അങ്ങനെ റിലീസ് ചെയ്യുന്ന എണ്ണ ചൈനയോടും റഷ്യയോടും അനുകൂലമായ ഭൗമരാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും. ആഗോള വ്യാപാരത്തിൽ ചിപ്പ് നിർമ്മാണവും അതിന്റെ വ്യാപാരവും ഒരു പുതിയ തന്ത്രപ്രധാന മേഖലയായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ ചൈനയിൽ നിന്നും വൻതോതിൽ ചിപ്പുകളും സെമി കണ്ടക്ടർ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നത് പുതിയൊരു തന്ത്രപ്രധാന സഹകരണത്തിനും വ്യാപാരത്തിനും വഴിയൊരുക്കുന്നു. ചിപ്പ് വിപണി എന്നത് ആഗോള സംഘർഷങ്ങളുടെ ഒരു പുതിയ സ്രോതസ്സാണ്. വ്യാപാര സായുധ സംഘർഷങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക ഇത് ഉപയോഗിക്കുന്നു. ഇന്ത്യയും ചൈനയും ഈ മേഖലയിൽ പരസ്പരം സഹകരിക്കുന്നതിലൂടെ ഇത്തരം യുദ്ധങ്ങൾ തടയുന്നതിൽ പങ്കുവഹിക്കാൻ സാധിക്കും.